AI യുഗമെന്നതൊരു പുതിയ സംഭവമല്ലെന്നും ഇന്ന് കാണുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ആദം നബി മുതൽ ഉപയോഗിച്ചു വന്നിരുന്നതാണെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ദാറുന്നജാത്ത് ഇസ്ലാമിക് സെന്റർ 49ാം വാർഷികാഘോഷ സമ്മേളനവും സ്ഥാപനത്തിൻ്റെ ശില്പി KT മാനുമുസ്ലിയാർ അനുസ്മരണവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു തങ്ങൾ. സംഘടനയുടെയും സ്ഥാപനത്തിൻ്റെയും വീടിൻ്റെ പോലും നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് സദ്ഗുണങ്ങൾ ഉണ്ടാവണം. സത്യസന്ധത, വിശ്വാസം, ആത്മാർത്ഥത, സൂക്ഷ്മത എന്നിവയാണ് പ്രത്യേക ഗുണങ്ങളെന്നും തങ്ങൾ പറഞ്ഞു. ഇതൊന്നും പുതിയ സംഭവമല്ല. ഈ യുഗമൊക്കെ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അത് ചെയ്യുന്നു. നബിക്ക് ബലം സ്വലാം ചൊല്ലി, റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് കല്ല് സ്വലാം ചൊല്ലി, മൃഗങ്ങൾ സ്വലാം ചൊല്ലി. എങ്ങനെ സ്വലാം ചൊല്ലിയത്? ആ ഒരു ആപ്പ്, സലാമിന്റെ ആപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൃഗങ്ങളിലേക്ക് ഇട്ടുകൊടുത്തു, അല്ലെങ്കിൽ മരത്തിലേക്ക് ഇട്ടുകൊടുത്തു. ഇന്ന് കാണപ്പെടുന്ന ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ ഉപയോഗിച്ചതാണ്. ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു എല്ലാ ടെക്നോളജി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ അത് കൊണ്ടിട്ട് ഈ കാണപ്പെടുന്ന ഓരോ സംഗതികളും ഇതൊന്നും ഒരു വലിയ പുതുമയൊന്നുമല്ല. ഇതൊക്കെ പഴയ കാലത്ത് അള്ളാഹു ആദനബി പഠിപ്പിച്ചു കൊടുത്തു. ആദനബിന്റെ മക്കൾ അമ്പിയാക്കന്മാരും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും ഇതിനുപയോഗിച്ചു. അവരുപയോഗിച്ചത് ഇലാഹിയാവുന്ന അതിന്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അവർ ആകാശത്തിലൂടെ പറഞ്ഞില്ലേ, നമ്മളെ പാട്ടിൽ ട്രെയിൻ, കപ്പൽ, വിമാനം അവർക്കുണ്ടായിരുന്നു. സമൂഹത്തിന്റെ മേലെ നടന്നു. കപ്പലിൽ കൂടിയാണോ? കപ്പലിൽ കൂടി പോയവരുണ്ട്. ഇപ്പം മൂസലൊക്കെ കപ്പലിൽ കൂടി പോയിരുന്നു. മൂസലിക്ക് കപ്പൽ വേണ്ട ആവശ്യം കപ്പലില്ലാതെ പോകാൻ കഴിയും. കപ്പലിൽ അപ്പോൾ ഭൗതികമാവുന്ന ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തില്ല എന്നല്ല പറഞ്ഞത്. അത് ഉപയോഗപ്പെട്ടെന്ന് ആവശ്യപ്പെടുത്തില്ല. പുതിയ ടെക്നോളജി അവരെ കൈവശം. അതുപോലെ ലോകത്തുള്ള ആരോടും സംസാരിച്ചു എന്നാണ്. അത് ഇപ്പോൾ ഉള്ള മാറ്റി വയറുള്ള ഫോണുമില്ലാത്ത വയറില്ലാത്ത ഫോണും. ടെക്നോളജി അന്ന് വളർന്ന് വികസിച്ചോ ഇല്ല. അവരെങ്ങനെ സംസാരിച്ചു? അവരെങ്ങനെ ലോകത്തുള്ള എല്ലാ സംഗതികളും കണ്ടു? അങ്ങനെയല്ലേ പലരും ലോകത്തിന്റെ അങ്ങനെ ഇരിക്കുകയും ലോകം പറഞ്ഞ സൂര്യത്തിലാണ് കുറിച്ചുള്ളത്. ഭൂമി മുഴുവൻ്റെ കയ്യിലാണെന്നാണ്. അതായത് ഭൂമിയിലുള്ള ഓരോ ചലനങ്ങളും ആ ചലനങ്ങളെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ അറിവിൽ എനിക്ക് നൽകപ്പെട്ടതാണ് ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ലോകത്ത് ഇനി അറാത്തുമി മറായി വഹിനീന്ന് റസൂൽ പറഞ്ഞു, ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങളെ ഞാൻ കാണുന്നു. പിന്നിലാണ് ഈ കാണുന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഈ ആദിയാവുന്ന ഈ കണ്ണിന്റെ സൂത്രത്തിലാവണമെന്നില്ല എനിക്ക് നിങ്ങളെ കാണാൻ. നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾ എനിക്ക് കാണാൻ കഴിയും. അപ്പൊ അത് എന്നതുപോലെ ഇതൊക്കെ മുൻകഴിഞ്ഞ മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും ഉപയോഗിച്ചതാണ്. അവരുപയോഗിച്ചത് ഈ മാർഗങ്ങളല്ല. അവർ ശാസ്ത്ര സാങ്കേതികമാവുന്ന ടെക്നോളജി അല്ല അവർ ഉപയോഗപ്പെടുത്തിയത്. ഇനി ആദനബിന്റെ മക്കളെ എന്നൊക്കെ ശാസ്ത്രജ്ഞന്മാരും അവരെ എനിക്കെന്തായി പുതിയ ടെക്നോളജി ഉപയോഗിക്കും. രണ്ടു കണക്കിൽ അങ്ങനെയാണ്. പക്ഷെ രണ്ടത്തൊക്കെ ചില വ്യത്യാസം. വ്യത്യാസം എന്ന് വെച്ചാൽ ഒന്ന് പേക്കൂല, മറ്റൊന്ന് പേക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ദാറുന്നജാത്ത് സീനിയർ വൈസ് പ്രസിഡന്റ് P. സൈദാലി മുസ്ലിയാർ അധ്യക്ഷനായി. ജലീൽ റഹ്മാനി വാണിയന്നൂർ, ദാറുന്നജാത്ത് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M. ഉമ്മർ സാഹിബ്, വർക്കിംഗ് സെക്രട്ടറി വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി, ട്രഷറർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, മൊയ്തീൻ ഫൈസി പുത്തനഴി, NK അബ്ദുറഹ്മാൻ, കുഞ്ഞുമോൻ ഹാജി, C. അലബി മുസ്ലിയാർ, TK അംസ ഹാജി, ഉസ്മാൻ ഫൈസി ഏറിയാട്, കളത്തിൽ കുഞ്ഞാപ്പു ഹാജി, TK സലാം ദാരിമി എന്നിവർ പ്രസംഗിച്ചു. KT മാനുമുസ്ലിയാരുടെ മഖ്ബറ സിയാറത്തോടെയാണ് പരിപാടികൾ തുടക്കം കുറിച്ചത്. സയ്യിദ് ഹിഫ്ലു റഹ്മാൻ തങ്ങൾ പാണ്ടിക്കാട് പതാക ഉയർത്തി. തുടർന്ന് വനിതാ സമ്മേളനവും നടന്നു. തൊലബ കോൺഫറൻസ്, നജാത്ത് സ്റ്റാഫ് മാനേജ്മെന്റ് സംഗമം, സ്വലാത്ത്, മജ്ലിസുന്നൂർ വാർഷികം എന്നിവ ഇന്ന് നടക്കും. നാളെ 7-ന് വെള്ളിയാഴ്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കും. വൈകുന്നേരം 7 മണിക്ക് സമാപന സമ്മേളനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാർ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, ET മുഹമ്മദ് ബഷീർ MP, PV അബ്ദുൾ വഹാബ് MP, AP അനിൽകുമാർ MLA, സുലൈമാൻ ദാരിമി ഏലംകുളം, അഡ്വക്കേറ്റ് M. ഉമ്മർ, അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ എന്നിവർ പങ്കെടുക്കും. അറിഞ്ഞോ, കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബിസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു.
ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബി സ്മാർട്ട് അബാക്കസ് 9447164411.